നമസ്കാരം. മരാളികയുടെ മലയാള അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ അധ്യായത്തിൽ നമുക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്ന സ്വരചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. സ്വരചിഹ്നങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മലയാളത്തിലെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും ആ എന്ന സ്വരാക്ഷരത്തിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് അക്ഷരമാലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ. ഇങ്ങനെ ആദ്യത്തെ വ്യഞ്ജനാക്ഷരം ക മുതൽ അവസാനത്തെ വ്യഞ്ജനാക്ഷരം റ വരെ എല്ലാ അക്ഷരങ്ങളും ആ എന്ന ആദ്യ സ്വരാക്ഷരത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് അക്ഷരമാലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളോട് കൂടെ ചേർത്ത് ഉച്ചരിക്കുമ്പോൾ ഈ സ്വരാക്ഷരങ്ങളെല്ലാം എഴുതുന്നത് ചിഹ്നങ്ങളുടെ രൂപത്തിലാണ്. വ്യഞ്ജനാക്ഷരങ്ങളോട് ചേർത്ത് ഈ സ്വരചിഹ്നങ്ങൾ എഴുതുന്നു. ആ ഒഴികെയുള്ള എല്ലാ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ എഴുതുമ്പോൾ ചിഹ്നങ്ങളായിട്ടാണ് എഴുതാറുള്ളത്. അതിനാൽ ആ ഒഴികെയുള്ള എല്ലാ സ്വരാക്ഷരങ്ങൾക്കും ചിഹ്നങ്ങൾ ഉണ്ട്. ചുരുക്കത്തിൽ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളുടെയും അടിസ്ഥാന ശബ്ദരൂപം ആ എന്ന ആദ്യ സ്വരാക്ഷരവുമായി ചേർന്നിരിക്കുന്നതാണ്. ആ എന്ന ആദ്യ സ്വരാക്ഷരത്തിന് ചിഹ്നമൊന്നും ഇല്ല. ആ ഒഴികെയുള്ള എല്ലാ സ്വരാക്ഷരങ്ങൾക്കും ചിഹ്നങ്ങളുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ചേർത്തി എഴുതുമ്പോൾ ഈ സ്വരാക്ഷരങ്ങളെല്ലാം ചിഹ്നങ്ങളുടെ രൂപത്തിലാണ് എഴുതാറുള്ളത്. നമുക്ക് സ്വരചിഹ്നങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിക്കാം. ക എന്ന ആദ്യ വ്യഞ്ജനാക്ഷരത്തോട് ചേർത്ത് ഓരോരോ സ്വരചിഹ്നങ്ങളായി പഠിക്കാം. ക എന്ന അക്ഷരത്തോട് ചേർന്ന് വരുന്ന ചിഹ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യഞ്ജനാക്ഷരത്തോട് ചേരുന്ന സ്വരാക്ഷരവും അതിൻ്റെതായ ചിഹ്നവും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആ എന്ന ദീർഘ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കുക. ക, ആ, ക. ഈ എന്ന സ്വരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കുക. ക, ഈ, കി. ഈ എന്ന ദീർഘ സ്വരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കുക. ക, ഈ, കീ. ഉ എന്ന ഹ്രസ്വാക്ഷരത്തിന്റെ ചിഹ്നം ക, ഉ, കു. ഊ ദീർഘാക്ഷരം, ചിഹ്നം ശ്രദ്ധിക്കുക. ഉച്ചാരണം കൂ. സ്വരാക്ഷരം ഋ, ചിഹ്നം ശ്രദ്ധിക്കുക. ഉച്ചാരണം കൃ. എ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കുക. ഉച്ചാരണം കെ. എ ദീർഘാക്ഷരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കുക. കേ
ഉച്ചാരണം. ഐ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കുക. ഉച്ചാരണം കൈ. ഓ ഹ്രസ്വാക്ഷരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കുക. ക, ഓ, കോ. ഓ ദീർഘാക്ഷരത്തിന്റെ ചിഹ്നം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഉച്ചാരണം കോ. ഔ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കുക. ഉച്ചാരണം കൗ. സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കുക. ഉച്ചാരണം കം. അവസാനത്തെ സ്വരാക്ഷരം സംസ്കൃതത്തിലെയും ഹിന്ദിയിലെയും പോലെ മലയാളത്തിലും വിസർഗമാണ്. അതിൻ്റെ ചിഹ്നവും ഒരേപോലെയാണ്, വിസർഗം തന്നെയാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, മലയാളത്തിൽ വിസർഗത്തിന്റെ ഉപയോഗം വളരെ കുറവാണ്. ഇതുപോലെ തന്നെ മറ്റ് എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളുടെയും കൂടെ ഈ ചിഹ്നങ്ങൾ എഴുതുന്നു. വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ എഴുതിയിരിക്കുന്ന ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക. മലയാളത്തിൽ ഉപയോഗിക്കുന്ന സ്വരചിഹ്നങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു. സ്വരചിഹ്നങ്ങളുടെ കൂടുതൽ വിശദീകരണവും ഉദാഹരണങ്ങളടങ്ങിയ വാക്കുകളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി, നമസ്കാരം. അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക.